ഒരു നിയമലംഘനവും ഇല്ലെന്നും മുഖ്യമന്ത്രിക്കോ മകൾക്കോ അതിൽ ഒരു പിശകും പറ്റിയിട്ടില്ലെന്നും CPM നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടോ, ഉറപ്പിച്ചിട്ടുണ്ടോ? അത് ഉത്തരം പറ. കമ്പനി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അതൊക്കെ വിട്ടേക്കൂ, ഞാൻ അതിനെ കുറിച്ചൊന്നും താങ്കളോട് ചോദിച്ചിട്ടില്ല. നീ ഒന്നും പണയണ്ട ശ്രീ അരുൺകുമാർ, ഞാൻ ചർച്ചയിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് നേരിട്ട് CPM-ന്റെ ഇക്കാര്യത്തിലുള്ള ബോധ്യമാണ് ചോദിക്കുന്നത്. കാരണം വേറെ ആർക്കും ബോധ്യമാകാത്തൊരു കാര്യം CPM-ന് മാത്രം ബോധ്യമായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ മകളും എക്സാലോജിക് എന്ന അവരുടെ കമ്പനിയും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമാണെന്നും അതിൽ ഒരു പിശകുമില്ലെന്നും CPM ഉറപ്പിച്ചിട്ടുണ്ടോ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. CPM-ന്റെ സംസ്ഥാന നേതാക്കന്മാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. മുഖ്യമന്ത്രിയുടെ മകൾക്കും കമ്പനിക്കും തെളിയിക്കാനാകാത്ത ഒരു കാര്യം CPM-ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എനിക്കും തോന്നിയത്. പിന്നെ ഷാനി വീണ്ടും സംശയം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. പാർട്ടിയുടെ നിലപാട് വ്യക്തമായി നേരത്തെ രേഖാമൂലം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇതിന്റെ രേഖകളൊക്കെ വിലയിരുത്തിയിട്ടാണോ ആ നിലപാടിലെത്തിയത്? നല്ല സൈലൻസ് ആയിട്ട് പറഞ്ഞു കൊടുക്കടാ. എനിക്കറിയില്ല. പക്ഷെ ആ രേഖ വസ്തുതാപരമായി വിലയിരുത്തിയിട്ടാണ് CPM വീണ വിജയനെയും കമ്പനിയെയും പിന്തുണയ്ക്കുന്നത് എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഈ രേഖകളൊക്കെ CPM കണ്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറാണ്. താങ്കൾ പറഞ്ഞല്ലോ ഏതോ രേഖയിലുണ്ട് എന്ന്, റിപ്പോർട്ടിലുണ്ടെന്ന്. ഏത് റിപ്പോർട്ടിനെ ഉദ്ധരിച്ചിട്ടാണ് താങ്കൾ ഈ ചോദ്യം ചോദിക്കുന്നത്? ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരിന്റെ റിപ്പോർട്ട് ഇപ്പോൾ മാധ്യമങ്ങളുടെ പക്കലുണ്ട്, CPM-ന്റെ പക്കലില്ല. CPM-നെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ, ഞാൻ അത് അംഗീകരിക്കുന്നു. പാർട്ടിയുടെ യുവരക്തമായി ഞാൻ പ്രാണൻ വെടിഞ്ഞും പാർട്ടി രഹസ്യങ്ങൾ ചോരാതെ നോക്കും. അവന് ബോധം പണ്ടേയില്ല, അധികാരി വെക്കുന്ന വിട്ടേക്ക്. ഇന്ന് നിങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന രേഖ എന്താണെന്ന് പൊതുസമൂഹത്തിന് അറിയില്ല. അത് ഒരു കോൺഫറൻസ് പൊതുസമൂഹത്തിന് അറിയാം, CPM-ന് അറിയില്ലായിരിക്കും. തലച്ചോറൊന്നും കാണാനേ ഇല്ലായിരുന്നു. അത് പിന്നെ അങ്ങനെ ഒരു സാധനം ഇല്ലാത്തോണ്ടായിരിക്കാം. ഇനി തൊള്ള പറഞ്ഞ അണ്ണാക്കി പെയിന്റ് ചെയ്യാൻ കുറിക്കുള്ളിക്ക് പറഞ്ഞേക്കാം. പൊതുസമൂഹത്തിന് അറിയാൻ മാത്രമുള്ള രേഖ ഇന്നും ഇന്നലെയുമായി മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. CPM-ന് അത് വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ താങ്കൾക്ക് അങ്ങനെ പറയാം. ഇല്ല, കൊല്ലേ ഉള്ളൂ. പക്ഷേ എന്റെ ചോദ്യം ഇപ്പോഴും നിങ്ങൾക്ക് അതിന്റെ രേഖകൾ കിട്ടിയിട്ടുണ്ടോ എന്നാണ്. വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം.